ഇപ്പം റീൽസിലൊക്കെ തിളങ്ങി നിൽക്കുന്ന ഈ ഒരു ചമ്മന്തി ഉണ്ടല്ലോ, കൊതി മൂത്തിട്ട് ഞാനും ഒന്ന് ഉണ്ടാക്കി നോക്കിട്ടോ. വെറും 5 മിനിറ്റ് മതി. ചോറിനും ചപ്പാത്തിക്കും ഒക്കെ അടിപൊളിയാണ്. വീട്ടിലുള്ള എല്ലാവർക്കും ഇഷ്ടാവുന്ന ഒരു അടിപൊളി ചമ്മന്തി കേട്ടോ. അപ്പോൾ നമുക്ക് തയ്യാറാക്കാം. നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ. അപ്പോൾ നമുക്ക് ഇതിന് മെയിനായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ഒരു പിടി ചുവന്നുള്ളിയാണ് കേട്ടോ. അതായത് കുഞ്ഞുള്ളി, കൊച്ചുള്ളി എന്നൊക്കെ പറയില്ലേ, അതൊരു പിടി നമ്മൾ കഴുകി വൃത്തിയാക്കി എടുക്കണം കേട്ടോ. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു 1/2 ടീസ്പൂൺ നമുക്ക് മുളക് പൊടി ആവശ്യമുണ്ട്. അത് എരിവിനനുസരിച്ച് നിങ്ങൾ ഇട്ടോളൂ കേട്ടോ. ഞാനിവിടെ ഇത് ചെറിയ ടീസ്പൂണാണ്, അപ്പോൾ 1/2 ടീസ്പൂണാണ് എടുത്തിരിക്കുന്നത്. പിന്നെ കുറച്ച് ഉപ്പ് എടുത്തിട്ടുണ്ട് ആവശ്യത്തിന്. അപ്പം നമുക്കിതാണ് ഫസ്റ്റ് ആവശ്യമുള്ള സാധനങ്ങൾ. പിന്നെ നമുക്ക് വേണ്ടത് മെയിനായിട്ടുള്ള ഒരു താറാണ് കേട്ടോ. ഇത് നല്ല ടേസ്റ്റി ഒരു ഫ്ലേവർ കൊടുക്കുന്ന ഒരാളാണ്, പുളിയാണ് കേട്ടോ. അപ്പോൾ നമുക്കൊരു കുഞ്ഞ് നെല്ലിക്ക, ഒരു ചെറിയ നെല്ലിക്ക, അരിനെല്ലിക്ക എന്നൊക്കെ പറയില്ല, അത്രയും വലുപ്പത്തിൽ ഒരു ചെറിയ നെല്ലിക്ക കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് പിഴിഞ്ഞ് ഇങ്ങനെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ. അടുത്ത നീരെടുത്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ, അതായത് പുളിനീര്. ഇനി നമുക്കൊരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് നമ്മുടെ കുഞ്ഞുള്ളിയൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. കുഞ്ഞുള്ളിയൊക്കെ എടുത്ത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണേ. ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്താൽ മതി, അധികമൊന്നും വേണ്ട. ഒന്ന് കടിക്കണ ടൈപ്പ്, അല്ലെങ്കിൽ നമുക്ക് ഈ ചതയ്ക്കുന്ന നമ്മുടെ കല്ലില്ലേ, ആ കല്ലിൽ വെച്ച് ഒന്ന് ചതച്ചെടുത്താൽ മതി കേട്ടോ. ഇനി ഒരു നല്ല ബൗൾ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ ഈ ചതച്ച് വെച്ചിരിക്കുന്ന കുഞ്ഞുള്ളി ഇട്ട് കൊടുക്കാവേ. അധികം അങ്ങോട്ട് ചതയണ്ട, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി കേട്ടോ. എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് മുളക് പൊടി ഇട്ട് കൊടുക്കാം. എരിവിനനുസരിച്ച് ഇട്ട് കൊടുത്തോളൂ. ഇത് അത്ര എരിവ് അങ്ങോട്ട് ഇല്ല, അതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുത്താണ്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാവേ. അത് കഴിഞ്ഞ ശേഷം ഉപ്പും നിങ്ങളുടെ പാകത്തിന് ഇട്ട് കൊടുത്തോളൂ കേട്ടോ. അത് കഴിഞ്ഞ് നമുക്ക് നമ്മുടെ പുളിയുടെ നീരില്ലേ, അതെടുത്തത് ഇങ്ങോട്ട് ഒഴിക്കാം കേട്ടോ. അപ്പോൾ പുളിയും ചേർത്തു. പുളി, നമ്മുടെ കുഞ്ഞുള്ളി ചതച്ചത്, പുളി, ഉപ്പ്, അതുപോലെ തന്നെ നമ്മുടെ മുളക് പൊടി, ഈ 3 ഇൻഗ്രീഡിയൻസ്, 4 ഇൻഗ്രീഡിയൻസ് മാത്രം മതി കേട്ടോ. ഇതുകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് കൈവച്ച് മിക്സ് ചെയ്യണതാണ് ഏറ്റവും നല്ലത്. ഇതിന് ഞാൻ കയ്യിൽ ഒരു മുറിവുള്ളത് കൊണ്ട് മാത്രം കൈവച്ച് മിക്സ് ചെയ്യുന്നില്ല. നന്നായിട്ട് കൈവച്ചിട്ട് നന്നായിട്ട് കൈവച്ച് ഇങ്ങനെ നിരണ്ടി മിക്സ് ചെയ്യുക. അപ്പം നല്ലൊരു ഇതാണ്. അപ്പം മിക്സിംഗ് ഒക്കെ ഇവിടെ നന്നായിട്ട് നടന്നു. മിക്സിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് ഇതിലേക്ക് ഒരു മെയിൻ ഒരു ഐറ്റം കൂടെ, ഒരു സൂത്രപ്പണിയും കൂടെ ഉണ്ട് കേട്ടോ. അപ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് കൂടുക. അപ്പം നമുക്കൊരു പാൻ വെച്ചിട്ട് അതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് കുറച്ച് നല്ല വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഒരു നല്ല മണമാണ്. എന്നിട്ട് കുറച്ച് കടുക് അതിട്ട് പൊട്ടിച്ച ശേഷം, കടുക് പൊട്ടി വന്ന ശേഷം നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അയ്യോ എൻ്റെ ദൈവമേ, നല്ല രസമാണ്. ആകെ കൂടെ പുകമയായി കേട്ടോ. അങ്ങനെ കറിവേപ്പിലയും കടുകും നമ്മുടെ വെളിച്ചെണ്ണയും എല്ലാം കൂടെ നന്നായിട്ട് മൂത്തതിന് ശേഷം, അതായത് കടുക് താളിച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുത്താൽ അയ്യോ നല്ല മണമാണ്. അതുപോലെ തന്നെ നമുക്ക് ഒരു പറ ചോറ് കഴിക്കാൻ തോന്നും കേട്ടോ. അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ്. കാരണം ഇതിലധികം പണികളും ഇല്ല, പിന്നെ നാച്ചുറലായിട്ടുള്ള ഇൻഗ്രീഡിയൻസുമാണ്. നല്ല ടേസ്റ്റാണ്. ചോറ് നിറയെ കഴിക്കാൻ പറ്റിയതായിട്ടാണ്. ചോറ് മാത്രമല്ല, ഞാൻ ചപ്പാത്തിയും കഴിച്ചിട്ടുണ്ടായിരുന്നു. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയത് എങ്ങനെയുണ്ട്. ഇത് അടിപൊളി ടേസ്റ്റാണ്. അതായത് എരിവും ഉപ്പും പുളിയും ആ എണ്ണയും എല്ലാം കൂടെ ഒരുപാട് എരിവായിട്ടും ഫീൽ ചെയ്തില്ല. നല്ലൊരു രസമുള്ള ടേസ്റ്റായിരുന്നു. നല്ലോണം കഴിക്കാൻ പറ്റും കേട്ടോ. നമുക്ക് ഫുഡ് ഇതിൻ്റെ ഒരു ചെറിയൊന്ന് ഇങ്ങനെ ടച്ച് ചെയ്താൽ മതി, ഒരു പറ ചോറുണ്ടാന്ന് പറയില്ല, അതുപോലെയുള്ള ഒരു ഐറ്റമാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. വൈറലായി ഞാൻ കുറേ പേരുടെ ഇതിൽ കണ്ടതിന് ശേഷമാണ് കേട്ടോ കൊതി മൂത്തിട്ട് ഉണ്ടാക്കി നോക്കിയ ഐറ്റമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നിങ്ങൾ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. കുറച്ച് മതി ക്വാണ്ടിറ്റി, പക്ഷെ നിറയെ ചോറ് കഴിക്കാൻ പറ്റും. അങ്ങനെ നമുക്ക് എടുത്തു വെക്കാനും പറ്റും കേട്ടോ. ഞാൻ ഒരു ദിവസം എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്നലെ ഉണ്ടാക്കിയിട്ട് ഇന്ന് ഇപ്പോൾ വൈകുന്നേരം ആകുമ്പോഴേക്കും തീർന്നു. കാരണം കുറച്ച് എടുത്താൽ മതി. അങ്ങനെ നല്ല ടേസ്റ്റ് ഉണ്ട്. ഉപ്പും പുളിയൊക്കെ ആയിട്ട് അടിപൊളി ടേസ്റ്റാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ. എല്ലാവർക്കും, കുഞ്ഞു തൊട്ട് വലിയവർക്ക് വരെ ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് പ്രിപ്പയർ ചെയ്ത് നോക്കും. ഇങ്ങനെ ഈ ഒരു വൈറൽ ചമ്മന്തി നിങ്ങൾ ഉണ്ടാക്കാറുണ്ടോ? ഇതിന് എന്താണ് പേര് എന്നൊക്കെ ഒന്ന് പറയണം കേട്ടോ. ഞാൻ വൈറൽ ചമ്മന്തി എന്നാണ് കേട്ടിരിക്കണത്. കണ്ട ഉടനെ ഇങ്ങനെ റീൽസ് സ്ക്രോൾ ചെയ്യുമ്പോൾ മുഴുവൻ ഇതാണ് കാണുന്നത്. അപ്പോൾ കണ്ട ഉടനെ അങ്ങനെ ഉണ്ടാക്കി നോക്കിയ ഒരു ഐറ്റമാണ്. ഭയങ്കരമായിട്ട് ഇഷ്ടമായി.
നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റിലൂടെ രേഖപ്പെടുത്തണം. പിന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അപ്പൂസ് ക്രേസി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ ഉടനെ വരുന്നതായിരിക്കും. നിങ്ങളുടെ സപ്പോർട്ടാണ് കേട്ടോ നമ്മുടെ മെയിനായിട്ടുള്ള ഒരു ഊർജം. അപ്പം ഞാൻ ഇത്രയും ചോറുണ്ടല്ലോ, ഒരു പറ ചോറ് കഴിക്കാമെന്ന് പറഞ്ഞ പോലെ ഇത്രയും ചോറെടുത്തത് ഈ ഒരു ചമ്മന്തി മാത്രം പ്രതീക്ഷിച്ചിട്ടാണ്. പിന്നെ കുറച്ച് നല്ല കട്ട തൈര് ഒഴിച്ചു, പിന്നെ ഒരു എഗ് ബുർജിയും. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.